ലവ് ജിഹാദ് ആരോപണത്തിൽ വധഭീഷണിയെന്ന് ഭയന്ന് കേരളത്തിൽ അഭയം തേടി ജാർഖണ്ഡ് സ്വദേശികൾ. ചിത്തപ്പൂർ സ്വദേശികളായ മുഹമ്മദ് ഗാലിബും ആശാ വർമ്മയും കായംകുളത്തെത്തിയാണ് വിവാഹിതരായത്. ഇരുവരും പ്രായപൂർത്തിയായവരാണെന്നും സംരക്ഷണം നൽകുമെന്നും കായംകുളം ഡിവൈഎസ്പി പറഞ്ഞു. ഇവരുടെ സംരക്ഷണത്തിനായി ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു. കള്ള FIR ഇട്ടാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെയും പയ്യനെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജാർഖണ്ഡിൽ നിന്ന് ആളുകൾ വന്നിട്ടുള്ളത്. അവർ ശരിക്കും ഒരു പോലീസുകാരാണെന്ന് പോലും നമുക്കറിയത്തില്ല. അവിടുത്തെ സിറ്റുവേഷൻ ഇത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പയ്യൻ്റെ വീട്ടുകാർക്കും എല്ലാം വധഭീഷണി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ പെൺകുട്ടിക്കാണേലും ഉണ്ട്. ഇവരവിടെ ചെല്ലുവാണെങ്കിൽ ഇവർ ജീവനോടിരിക്കും, ഇവർ സുരക്ഷിതരായിരിക്കുമെന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തേക്കുന്നത് ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. മറ്റാരും ഇല്ല ഇവരെ ഇപ്പോൾ സഹായിക്കാനായിട്ട്. നമുക്ക് നിയമപരമായിട്ടുള്ള സുരക്ഷിതത്വം മാത്രമേ ഇവർക്കിപ്പം നൽകാൻ സാധിക്കുകയുള്ളൂ. ശരത് SS നൽകും വിവരങ്ങൾ. ശരത്, ആ പ്രതികരണത്തിൽ പറയുന്നത് പോലെ തന്നെ അവരുടെ ഭീഷണി അത് സ്വാഭാവികമായും ഇതിനു മുൻപ് നമ്മൾ പല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവർ അഭയം തേടിയെത്തിയിരിക്കുന്നത് കേരളത്തിലാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത്? ശ്രുതി, അതായത് 10 വർഷത്തിലേറെയായി ഈ മുഹമ്മദ് ഗാലിബും ആശാ വർമ്മയും പ്രണയത്തിലായിരുന്നു. അങ്ങനെ ഇരുവരും പ്രണയത്തിൽ ശേഷം വിവാഹം കഴിക്കാനൊക്കെ തന്നെ തീരുമാനിച്ചതാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ആശാ വർമ്മയുടെ പിതാവ് ഒരു 45-കാരനെ കൊണ്ട് ആശാ വർമ്മയെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇതറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ ഒളിച്ചോടാൻ വേണ്ടി ഇരുവരും തീരുമാനിച്ചത്. അങ്ങനെ വിദേശത്ത് ജോലിയിലായിരുന്ന ഗാലിബിനെ വിളിച്ചു വരുത്തി ഇരുവരും ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിച്ചു. കേരളം സുരക്ഷിതമാണെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തുക്കളെ കൂടി പരിചയമുള്ളതുകൊണ്ടാണ് കായംകുളത്തേക്ക് ഇവർ എത്തുകയും ചെയ്തത്. അങ്ങനെ കായംകുളത്തെത്തി ഇവർ വിവാഹം കഴിക്കുകയും ചെയ്തു. രണ്ടുപേരും രണ്ട് മതമായതുകൊണ്ട് തന്നെയായിരുന്നു ഇത്തരത്തിൽ ഒരു വിവാഹം കഴിപ്പിക്കാൻ കുടുംബത്തിനുമൊക്കെ തന്നെ പ്രശ്നമുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ കേരളത്തിലെത്തി വിവാഹം കഴിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഈ വിവാഹം കഴിച്ചതിന് പിന്നാലെ ഈ ഗാലിബിന്റെ ബന്ധുക്കളെ ഇത്തരത്തിൽ അവിടെ നിന്ന് ജാർഖണ്ഡ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് എവിടെയാണെന്നുള്ളതിന്റെ ലൊക്കേഷൻ അയച്ചു നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ലൊക്കേഷൻ ഗാലിബ് അയച്ചു കൊടുക്കേണ്ടി വന്നു. ആ ലൊക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് ജാർഖണ്ഡ് പോലീസും ഒപ്പം ബന്ധുക്കളും ഇത്തരത്തിൽ കായംകുളത്തെത്തുകയും ഇവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തത്. പക്ഷേ ഈ പെൺകുട്ടി ഉറച്ച നിലപാടിൽ തന്നെ നിന്നു. കുടുംബത്തിനൊപ്പം തിരിച്ചു പോകില്ല, നാട്ടിൽ പോയാൽ തങ്ങളെ കൊലപ്പെടുത്തുമെന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് പരാതിപ്പെടുകയും അഭിഭാഷക മുഖേന കോടതിയെ സമീപിച്ചു ഇരിക്കുകയാണ്. നിലവിൽ എന്തായാലും വിവാഹം വ്യക്തമാണ്. ശരത് SS ആണ് വിശദാംശങ്ങൾ നൽകിയത്.